ഞാൻ ആക്ച്വലി എൻ്റെ വീഡിയോസൊക്കെ ശരിക്കും പ്രോപ്പർ ഡ്രൈവിംഗ് വീഡിയോസ് ആയിരിക്കും. ഇങ്ങനെ സംസാരം കുറവായിരിക്കും, സംസാരം ഉണ്ടാവില്ല. അപ്പൊ ഇതിലിപ്പോ സംസാരം പിന്നെ നല്ലതാ. അത് എന്നോട് ചോദിക്കണം, ഞാൻ ഓടിക്കുന്നത് ഫോർച്യൂണർ. എക്സ്റ്ററിന്റെ തന്നെ ഒരു ഇവി മോഡൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ഇൻസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. അതെ, ഇതിന്റെ ഒറ്റ ജനറേഷനും മോശമായിട്ടില്ല കേട്ടോ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ക്രെറ്റയുടെ ഇത് തേർഡ് ജനറേഷൻ അല്ലേ ശരിക്കും പറയാം. ഫേസ് ലിഫ്റ്റ് വന്നത്. അത് എനിക്ക് ഒരെണ്ണം എടുക്കണമെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ കോൺടാക്ട് ചെയ്യണ്ട അതോ? ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാനത് ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ടും മാറുന്നില്ല ആശ. ഇത്ര മനസ്സിലായി, നമ്മൾ ഇത്രയും ചവിട്ടിയിട്ട് മാറാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു സ്പോർട്സ് മോഡ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഓ, അല്ല ഡിജിറ്റൽ ഡിസ്പ്ലേ മാറുമല്ലേ അപ്പൊ അതിനനുസരിച്ച്. നമുക്ക് നമ്മുടെ ജീവൻ, നമ്മുടെ വണ്ടി, നമ്മുടെ സേഫ്റ്റിയാണ് മുഖ്യമെങ്കിൽ നമ്മൾ ഒതുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാര്യം. എന്നിട്ട് കാര്യമില്ല, നമ്മൾ തട്ടി കഴിഞ്ഞിട്ടും വേറുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ KSRTC ആയാലും പ്രൈവറ്റ് ആയാലും പൊളിറ്റീഷ്യൻ വണ്ടിയാ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 4x4 സെയിൽ കുറവാ. ഏറ്റവും കൂടുതൽ പോണത് 4x2 ആ. നമുക്ക് ഡ്രൈവർ കീ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ഓപ്ഷൻ ഉണ്ടല്ലോ. കീ തന്നെയുണ്ട്.
ഈ ഒരു ബട്ടണില് ഓക്കെ ഓക്കെ. വണ്ടി അതിൽ ഓക്കെ ചെയ്യാം. ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി അല്ലേ? ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കാലോ. പിന്നെ നമുക്ക് ബ്ലൂ ലിങ്ക് കൊണ്ടൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം, ഓഫ് ചെയ്യാം മൊബൈൽ ഉപയോഗിച്ച്. അതിപ്പോ അക്രോസ് എവിടെയാണെങ്കിലും കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. പിന്നെ ഫെൻസിങ് അലേർട്സും മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് റേഞ്ച് വല്ലതും ഉണ്ടോ? ഇത്ര റേഞ്ചിൽ അങ്ങനെയൊന്നുമില്ല. അതിപ്പോ കാനഡയിലാണ്. ഓക്കെ. പക്ഷെ വണ്ടി നാട്ടിലാണ്. അങ്ങനെ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ നാട്ടിൽ വണ്ടി 2 ഓണർ സ്റ്റാർട്ട് ചെയ്യാലോ, വാമപ്പ് ചെയ്യാം. ഇപ്പൊ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈമർ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ കട്ട് ഓഫ്. അപ്പൊ എഞ്ചിൻ വാമയാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിടാം. മെയിൻ ആയിട്ട് ഇപ്പൊ പുറത്ത് പോണ ആൾക്കാർ ഇഷ്യൂ അതാണല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ ബാറ്ററി ഇപ്പൊ ഡ്രെയിൻ ആയി പോകണ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ചെയ്തിടാം. ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ആപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ടർബോ ചാർജർ ഇത് ശരിക്കും പവർ ഡിഫറൻസ് അറിയാൻ പറ്റുമല്ലേ? ശരിക്കും അറിയാൻ പറ്റും. പക്ഷെ മൈലേജ് അതിനനുസരിച്ച് ഡ്രോപ്പ് ഉണ്ടാവും. ആ റേഞ്ചിക്ക് വരും ഹൈവേയില്. നമ്മുടെ അല്ലാത്ത ട്രാഫിക്കിൽ പിന്നെ നോക്കണ്ട. i20 ഇൻലൈനൊക്കെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. കാരണം അത് 1 ലിറ്ററിലെ ടർബോ തന്നെ. ബെന്യൂലും അതിലൊക്കെ ഒരു 13-14. ഈ 1 ലിറ്റർ 3 സിലിണ്ടറോ 4 സിലിണ്ടറാണോ? 3 സിലിണ്ടറിൽ. ക്രെറ്റയിലൊക്കെ പക്ഷേ 4 സിലിണ്ടർ. 1.5 ലിറ്ററിൽ 4 സിലിണ്ടർ. പിന്നെ അത് വണ്ടി കുറച്ചുകൂടി ചെറുതാണല്ലോ, അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഈ എൻലൈനിലും നമ്മുടെ ഇതിലും തന്നെ ടർബോ പെട്രോളിനും വേറെ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ സ്പെക്സിൽ, മറ്റേ കോസ്മെറ്റിക് ചേഞ്ച് അല്ലാണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ച് മാറ്റമുണ്ടോ തോന്നുന്നു? സസ്പെൻഷൻ കുറച്ചുകൂടി സ്റ്റിഫ് ആയിരിക്കും. ഓ കുരങ്ങന്മാര്. സാധാരണ ഈ റൂട്ടിൽ എപ്പോഴും ആനേനെ കാണുന്നത്, ഇന്നാണ് ഇപ്പൊ നിറച്ച് കുറങ്ങനെ കാണണം. ഹ്യൂണ്ടാണ് അങ്ങനത്തെ ഇവന്റ്സ് ഉണ്ടോ? നമ്മള് നടത്താറുണ്ട്. മറ്റേ ഇവിടെ ഇല്ലേ അപ്പോളോ അവിടെ കോൺസെർട്ട് പോലെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഫ്രീ പാസ് ആയിരുന്നു. അത് നല്ല വൻ സക്സസ് ആയിരുന്നു. അത് തൈക്കുടം ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. ഒരു ഓണേഴ്സിന് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ പോലെ. പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. എമൗണ്ട് മറ്റേ നമ്മുടെ കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഫ്രീ പാസ് ആയിരുന്നു. ഒരു ഫാമിലി 4 പേർക്ക് ഫുഡ് അടക്കം അത്യാവശ്യം സെറ്റ് പരിപാടിയായിരുന്നു. ഇങ്ങനെ ഇവന്റുകൾ കുറെ നടത്തുന്നുണ്ട്. പിന്നെ അതിരപ്പള്ളിക്ക് മെയിൻ ബ്ലോഗേഴ്സിനൊക്കെ വെച്ചിട്ട് ഒരു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. ഹാനി മുസ്തഫില് ആള് ഫേമസ് അല്ലേ? ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ എപ്പിസോഡിനായിരുന്നു സൂര്യ ടി വി തോന്നുന്നു. ഫ്ലൈ വീൽ ഞാൻ വരുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ പ്രോഗ്രാം നോക്കിയിരിക്കും ഓരോ വണ്ടികൾ കാണാനൊക്കെ. പിന്നെ ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ്. അതാണ് ഇപ്പൊ കാറുകളുടെ ഏറ്റവും ഓസ്കാർ ലെവലിൽ ഇന്ത്യൻ ലെവലിൽ. അല്ല ആളത്ര നോളജ് ഉള്ള മനുഷ്യനാണ്. പാനലുണ്ട്. ആള് ഇപ്പോഴല്ല, എന്താ നമ്മളൊക്കെ പിച്ച വെച്ചടക്കുന്ന സമയത്ത് പുള്ളി ആ റേഞ്ചില് പ്രോഗ്രാംസും അല്ലെങ്കിൽ അത്ര നോളജും അത്രയും എക്സ്പീരിയൻസും ഉണ്ട് വണ്ടികളായിട്ട്. ആളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആള് ചെയ്തു തരുന്നത്. ആളില് വേറൊരു അപാര വണ്ടി ഇരിക്കുന്നുണ്ട്, പഴയ ജി വാഗൻ, പഴയ വണ്ടി, ഫസ്റ്റ് വരുന്നത്. അതിപ്പോഴും പിള്ളേർ ഇരിക്കുന്നുണ്ട്. അതല്ലേ. പിന്നെ ബാൻഡിഡോസ് ഇല്ലേ, ബാൻഡിഡോസിന്റെ ഒരു മോഡലുണ്ട്. അടിപൊളി പരിപാടിയായിരുന്നു. അന്ന് വൈറ്റിലെ ടൂറിമിന്നാ. അന്ന് 4 i-5 ഉണ്ടായിരുന്നു. പിന്നെ കോനി ഉണ്ടായിരുന്നു. പിന്നെ ട്യൂസൺ, എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു. ഭയങ്കര ലുക്ക് കേട്ടോ വണ്ടി കാണാൻ. അത് കണ്ടതിന് EV നമുക്ക് മനസ്സിലാവാം EV അല്ല, ഡിസൈൻ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. ശരിക്കും ബിസിനസ് ക്ലാസ് കണ്ടിട്ട് ഒരു ഫ്യൂച്ചർ ഡിസൈൻ എന്നൊക്കെ പറയില്ല. ഇന്ത്യയിലൊക്കെ ഭയങ്കര പക്ക. അത് ഞാൻ പറഞ്ഞില്ലേ, ഹ്യൂണ്ടായി ഇന്റീരിയറിന്റെ കാര്യത്തിൽ അവർ ഭയങ്കര
അത്രയ്ക്ക് നീറ്റ് ആയിരിക്കും വണ്ടി കാണാൻ. പിന്നെ യൂണിക് 5 തന്നെ പെർഫോമൻസ് എഡിഷൻ ഉണ്ട്, N ഉണ്ടല്ലേ? ഇവിടെ ഇല്ല, പുറത്തുണ്ട്. യൂണിക് 5 യൂണിക് 6 അതിന് വളരെ കുറച്ച് വണ്ടികളല്ല, അത് ഓൺ റിക്വസ്റ്റ് ആണോ അതോ? അല്ല, അതിപ്പോ യൂണിക് 5 പിന്നെ ട്യൂസോൺ ഇല്ലേ, അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, വേറൊരു ടീം ഉണ്ട് അതിനു വേണ്ടി. അതിപ്പോ എനിക്ക് ഒരെണ്ണം എടുക്കണമെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ കോൺടാക്ട് ചെയ്യണ്ട അതോ? ഇപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാനത് ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ അവരുടെ ടീം വന്നിട്ട്, അവരുടെ ടീമിൽ 4 പേരുണ്ടാവും. അവര് വന്നിട്ട് ഫുൾ എല്ലാ കാര്യങ്ങളും ഡെമോൺസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും. കാരണം അതിനകത്ത് ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ അത് കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് വണ്ടി ഗോപൻ എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ ഇൻചാർജ് അല്ലേ, ടീമിന്റെ ഇൻചാർജ് ആയിട്ടുള്ള. ആളുടെ ടീമിൽ 4 പേരുണ്ട്. ഞാൻ നിങ്ങളുടെ സാൻഡഫ് ഓടിച്ചിട്ടുണ്ട് ഇവിടെ ഗൾഫില്, ദുബായില് മോഡല്. ഇവിടെ ഇറങ്ങിയെങ്കിലും പിന്നെ കുറെ നാളുണ്ടായിരുന്നു, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാൻഡഫ് ഗ്ലോബലിലുള്ളത് ഒരു രക്ഷയില്ലാത്ത മോഡലാണ്, ഒക്കെ പ്രാക്ടിക്കൽ യൂസാ. റേഞ്ച് റൗണ്ട് ഒക്കെ ഒരു തട്ടില് മുട്ടി വെക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അത് ചിലപ്പോ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിയില്ല. എക്സ്റ്ററിന്റെ തന്നെ ഒരു EV മോഡൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ഇൻസ്റ്റർ എന്ന് പറഞ്ഞ മോഡൽ. അതിപ്പോ ഗ്ലോബലി ഇറങ്ങിയിട്ടുണ്ട്, മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ മൈക്രോ EVs ആയിട്ട് കുറെ വന്നിട്ടില്ല, എന്തെങ്കിലും വേണം. നിങ്ങളുടെ EV വരുന്നത് ക്രെറ്റല്ലേ? ക്രെറ്റ, പിന്നെ ഇപ്പൊ അയോണിക്. എന്നിട്ടും മാറുന്നില്ല ആശ. ഇത്ര മനസ്സിലായി, നമ്മൾ ഇത്രയും ചവിട്ടിയിട്ട് മാറാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള നോളജ്, ഇലക്ട്രിക്കിനോട് ആദ്യം ഒരു എന്താ പറയാ പരിചയപ്പെടാൻ, അത് ഉൾക്കൊള്ളാനൊരു മെന്റാലിറ്റി അത് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ, പക്ഷെ ഇനി മാറി, ഇപ്പൊ കുറെ മാറി. എന്താ പറയാ, ഇപ്പൊ നല്ല ടൈമാണ് പുതിയ ഇലക്ട്രിക് വണ്ടികൾക്ക് വരാനും രക്ഷപ്പെടാൻ. അത് പക്ഷെ കുറച്ചുകൂടി ഈ എന്താ പറയാ ലക്ഷറി ഇതിലോട്ട് പോകാണ്ട് ഒരു സാധാരണക്കാരന് ഒരു ചെറിയ വണ്ടികളിൽ ഇലക്ട്രിക് വരുന്നത് ശരിക്കും ഗുണം ചെയ്യും. അതിപ്പോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ടാറ്റനല്ലേ. അവരിപ്പോ അവർക്ക് അവരുടെ ചെറിയ വണ്ടികളിലൊക്കെ അവർക്ക് നല്ല സെയിലാ ഇലക്ട്രിക് വണ്ടികളില്. EV ഇപ്പൊ ഭയങ്കര സെയിലാ. അല്ല, അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല ആൾക്കാർക്ക്. ഇപ്പൊ അത്രയും റേഞ്ചിൽ നമുക്കൊരു ചെറിയ EV വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവന് വേറെ ഓപ്ഷൻ ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓപ്ഷൻ വേറെ എന്താ പറയാ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നല്ല പ്രൊഡക്ട്സ് വരും. അത് സംഭവിക്കുന്നില്ല. എനിക്ക് ബാക്കിയുടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നീ ഇത് വാങ്ങിച്ചാൽ മതി തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? വേറെ ഇല്ല, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. നിങ്ങൾക്ക് ഇലക്ട്രിക് വണ്ടി വേണമെങ്കിൽ ഇതേ ഉള്ളൂ. അപ്പൊ ഇതെടുത്തോ, കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒരു കുഴപ്പമില്ല. അല്ല, അത് മറിച്ച് ഇപ്പൊ കോമ്പറ്റീഷൻ വരണമെങ്കിൽ സംഭവം മാറി. ഞാൻ ആക്ച്വലി എൻ്റെ വീഡിയോസൊക്കെ ശരിക്കും പ്രോപ്പർ ഡ്രൈവിംഗ് വീഡിയോസ് ആയിരിക്കും. ഇങ്ങനെ സംസാരം കുറവായിരിക്കും, സംസാരം ഉണ്ടാവില്ല, ഒരു വാക്ക് അറൗണ്ടും. പിന്നെ നമുക്ക് വണ്ടിയുടെ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കോർണറിങ്ങും പവറും കാര്യങ്ങളൊക്കെ കാണിച്ചൊരു ഡ്രൈവും, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കാറ്. അപ്പൊ ഇതിലിപ്പോ സംസാരം തന്നെയാണ്. പിന്നെ നല്ലതാ. അത് എന്നോട് ചോദിക്കണം, ഞാൻ ഓടിക്കുന്ന ഫോർച്യൂണർ. ഞങ്ങളെ സംബന്ധിച്ച് ബോഡി റോളും ഞങ്ങൾ അതിനോട് ശീലിച്ചു കഴിഞ്ഞു. അവന് വേറെ ഏത് വണ്ടി ഓടിച്ചാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡാ. ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നൊരു പ്രോപ്പർ ലാഡർ ഫ്രെയിം SUV ആണ്. ഞാനതിന് അതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. എനിക്ക് ഹൈറ്റും ഉണ്ട്. പിന്നെ അത് ഓഫ് റോഡിൽ ഇപ്പൊ ഇതും കൊണ്ട് നമുക്ക് ഓഫ് റോഡ് നടക്കില്ലല്ലോ. അത് പക്ക നമുക്ക് അങ്ങനെ ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് ഒട്ടും ഫാമിലി വണ്ടിയായിട്ട് ഉപയോഗിക്കണേ. അതാണ് എന്റെ കുഴപ്പം. ഒരു സ്റ്റാറ്റസ് സിമ്പിള് ഫാമിലി വണ്ടി എന്നുള്ള രീതിക്കാണ് ഫോർച്യൂണർ ഏറ്റവും കൂടുതൽ വിറ്റുപോണത്. ശരിക്കും അതേ ഉപയോഗം എന്ന് പറഞ്ഞൊരു എവിടെ വേണമെങ്കിലും പോവാന്നുള്ളൊരു SUV, അതാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റീഷ്യൻ വണ്ടിയാ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 4x4 സെയിൽ കുറവാ. ഏറ്റവും കൂടുതൽ പോണത് 4x2 ആ. അത് ന്യൂ മോഡൽ വന്നപ്പോൾ 4x2 ഓട്ടോമാറ്റിക്കും ഏറ്റവും കൂടുതൽ സെയിൽ. ഞങ്ങളുടെ തന്നെ ഒരെണ്ണമുണ്ട്. അപ്പൊ ആളുകൾ എടുക്കുന്നത് അതിന്റെ 4x4 കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഒരു വലിയ വണ്ടി, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ. അതാണ് ഇപ്പൊ ഫോർച്യൂണർ എന്ന് പറയുന്നത്. അത് ശരിക്കും മനസ്സിലാണെങ്കിൽ നമ്മൾ ഇന്നോവ ഓടിക്കണം. അപ്പൊ ഞാൻ ഇന്നാൾ ക്രിസ്റ്റ ഡ്രൈവ് കയറുന്നു, ഒരു ചെറിയ ഹമ്പ് റോഡ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത്
നമ്മുടെ വണ്ടിയിൽ ഓടണ ഒരു ഫീൽ ഇപ്പൊ ചാടും കുലുങ്ങും എന്ന് വിചാരിച്ചിരിക്കുക അത് അറിഞ്ഞു പോലും ഇല്ല. ഭയങ്കര വണ്ടികൾ അവരുടെ. അതും എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇന്നോവ ആദ്യം ഇറങ്ങി 2005 2006 വണ്ടികൾ അതിന്റെ അത്ര സുഖം വേറെ പിന്നീട് ഇറങ്ങി ഒരു ഇന്നോവയ്ക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ്. ഞാൻ ഒരു വണ്ടി അങ്ങനെ ഓടിച്ചിട്ടുണ്ട് 2006 2007 മോളിലെങ്ങാണ്. അല്ല ഞാൻ ആ വണ്ടി ഓടിച്ചൊരു 10-12 വർഷം കഴിഞ്ഞിട്ടാ. 2005 2006 മോളിലെങ്ങാണ്ട് ബ്ലാക്ക് വണ്ടി. പക്ഷെ അത് അപ്പൊ ഓടിക്കുമ്പോഴും എന്ത് രസം എന്ന് പറയും. ആ അത്രയ്ക്ക് എന്താ പറയാ കംഫർട്ടാണ് അതിൽ ഇരിക്കാനും നമുക്ക് ഡ്രൈവ് ചെയ്യാനോ അതെ ഇരിക്കാനോ അതെ. അതെനിക്ക് ക്രിസ്റ്റൽ കിട്ടിയില്ല ശരിക്കും ആ ഇനോ ഓടിച്ച സുഖം. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബസ് വളവില് ഫുള്ളി റോങ് ആയിട്ട് ഒന്ന് കയറി പോണം. ഞാൻ ഹൈ ക്രോസ് ഓടിക്കുമ്പോഴാണ് ശരിക്കും ഒരു ബ്ലൈൻഡ് കോർണറോ ഒന്നും കാണില്ല നമുക്ക്. ഞാൻ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വഴിയാണ്ട് എനിക്കറിയാം ഒതുക്കാൻ നമുക്ക് സ്ഥലം കുറവാണ്. ഞാനപ്പോൾ ചുമ്മാ മതിലിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് നോക്കും കോർണറിൻ്റെ അവിടേക്ക്. അപ്പോൾ ബസ് തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റില്ലോ പൊക്കമുള്ളതുകൊണ്ട്. ഫുള്ളി റോങ് ആയിട്ട് ഓട്ടോനെ കയറി വന്നതാണ്. നമ്മൾ ഒതുക്കി കൊടുത്തു അല്ലാണ്ട് വേറെ വഴിയില്ല അല്ലെങ്കിൽ പിടിച്ചു കയറി പോകും. ആ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്ര ഓടി എത്തിക്കണം അവരുടെ കേസ്. പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും വല്ലാണ്ട് ഒരു പരിധിയൊക്കെ ശരി ഒരു മയിലാണ്ട് വരുമ്പോഴേ അല്ല നമുക്ക് നമ്മുടെ ജീവൻ നമ്മുടെ വണ്ടി നമ്മുടെ സേഫ്റ്റിയാണ് മുഖ്യെങ്കിൽ നമ്മൾ ഒതുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാര്യം. ആ എന്നിട്ട് കാര്യമില്ല നമ്മൾ തട്ടി കഴിഞ്ഞിട്ടും വേറുണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ KSRTC ആയാലും പ്രൈവറ്റ് ആയാലും തട്ടി കഴിഞ്ഞാൽ തട്ടി നമുക്ക് കിട്ടാനുള്ള കിട്ടി. അതിലിഞ്ഞ് ബഹളം ഉണ്ടാക്കിയാലും ചെയ്താലും ഇനി അവൻ കാശ് തരുന്ന ഇതൊന്നും നടക്കുന്ന പെട്ടെന്ന് നടപടിയാവുന്ന കേസുമല്ല. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം വെച്ച് ഒട്ടും നടക്കില്ല. അപ്പൊ പിന്നെ ഒരു കാര്യമില്ല റോട്ടിൽ കിടന്ന് നമ്മൾ വെറുതെ കിടന്ന് നമ്മുടെ മൈൻഡും കളയാ വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എനിക്കാലും ദേഷ്യം വരും പെട്ടെന്ന് കാണുമ്പോൾ. ഭയങ്കര സ്മൂത്താണ് ഒട്ടും ഇങ്ങനെ വേറെ നമുക്ക് തോന്നില്ല. ഭയങ്കര റിഫൈൻഡ് ആയിട്ട് തോന്നുന്നത്. വളരെ സ്മൂത്തായിട്ട് കയറിപ്പോണ്ട്. ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു സ്പോർട്സ് മോഡ് തന്നെ ഉണ്ടോ. ഓ ആ അല്ല ഡിജിറ്റൽ ഡിസ്പ്ലേ മാറുമല്ലേ അപ്പൊ അതിനനുസരിച്ച്. ഓ നമ്മുടെ ആംബിയൻസ് തന്നെ മാറ്റും ആ സമയത്ത്. ശരിക്കും സീറ്റിലോട്ട് പിടിച്ചെടുത്തോളാം. അതിനത്ര റേഞ്ച് പറയണ്ടോ നിങ്ങള്? സ്പോർട്സ് മോഡിലൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 473 ടോപ്പ് തന്നെ നമുക്ക് റേഞ്ച് പറയണേ. സ്പോർട്സ് മോഡിലൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ 400 കിട്ടും. അതിപ്പോ ചാർജിങ് ടൈം എങ്ങനെ? ചാർജിങ് ടൈം ഇല്ല. അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വിത്തൗട്ട് ചാർജർ പിന്നെ വിത്ത് ചാർജർ കൊണ്ട് നമുക്ക് ബാക്ക് ഉണ്ട്. ഇപ്പൊ വിത്തൗട്ട് ചാർജർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതായിരിക്കും കിട്ടുക. ജസ്റ്റ് ഒരു കേബിളും ചാർജറിന്റെ കേബിൾ മാത്രമേ കിട്ടാം. അതാകുമ്പോ ഒരു ഏകദേശം 21 മണിക്കൂറിനടുത്ത് ചാർജിങ്ങിന് ടൈം പറയും. അതല്ലാതെ ഇനി വിത്ത് ചാർജറിനുള്ള ഓപ്ഷൻ എടുക്കാന്നുണ്ടെങ്കിൽ 11 കിലോവാട്ടിന്റെ ഹോം ബോക്സിന്റെ വോൾ യൂണിറ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കൂർ മതി. 4 മണിക്കൂറിൽ ഫുൾ ചാർജ് ആയി കിട്ടും. ഇനിയിപ്പോ അതല്ല ചാർജിങ് സ്റ്റേഷൻസിലാണ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 58 മിനിറ്റ് മതി ഫുൾ ചാർജ് ആവാൻ. അത് ശരി. ആ 1 മണിക്കൂറിൽ ഫുൾ ആയിട്ട് അതായത് 20 to 80 ബാറ്ററി സൈക്കിൾ. അപ്പൊ അതിന് വാറന്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? വാറന്റി വരുന്നത് 8 വർഷമാണ് ബാറ്ററി പാക്കിന് വാറന്റി വരുന്നത്. ബാറ്ററി പാക്കിന് 8 വർഷം 1,60,000 കിലോമീറ്റർ. 1,60,000 കിലോമീറ്റർ. പിന്നെ അതിന് ഇതുപോലെ സർവീസ് ചാർജും കാര്യങ്ങളും വരൂലല്ലോ നമ്മുടെ. വരില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 4,000 താഴെ വരുന്നുള്ളൂ. കാരണം എഞ്ചിൻ ഓയിലിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കേസുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഉണ്ടാവില്ല. പവർ ഭയങ്കരമാണല്ലേ? നല്ല പവർ. പിന്നെ അതിന് മോട്ടർ അല്ലേ? പിന്നെ അതിന് ലാഗ് വരില്ലല്ലോ. നമുക്ക് കാല് കൊടുക്കുമ്പോ തന്നെ ഫുള്ളി തുടക്കത്തിൽ തന്നെ മറ്റേ മോട്ടർ കറങ്ങിയിട്ട് ഫുൾ പവർ നമുക്ക് കിട്ടല്ലേ. ടോർക്ക് ആണ് മെയിൻ പവർ അല്ല ടോർക്കിന്റെ കളികളാണ്. 470 എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. നല്ലൊരു ഇതല്ലേ. പിന്നെ 8 years ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ. അത് ശരിക്കും ഡിഫറൻസ് അറിയാം കേട്ടോ സ്പോർട്സിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ഉള്ളത്. മറ്റേ നമുക്കൊരു മാന്യമായിട്ട് ഓടിച്ചു പോകാൻ അത് മതി.
കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ ഇൻഡസ്ട്രിയസ്റ്റിക് ഡ്രൈവിംഗ് വേണമെങ്കിൽ അങ്ങനെ സ്പോർട്സിലോട്ട് ഇത് നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഏത് മോഡലാണ്? എൻക്വയറി വരുന്നത് ക്രെറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ എക്സ്ട്രാ അല്ലേ? പിന്നെ i20 വെന്യൂ എടുക്കുന്നവർക്ക് കുറച്ചുകൂടി നോക്കുമ്പോൾ ഇത്രയും കാശ് മുടക്കെ ആണെങ്കിൽ ക്രെറ്റയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓഫറില്ലാട്ടോ ക്രെറ്റയ്ക്ക്. അത് ഇറങ്ങിയപ്പോ 2015 ഫസ്റ്റ് മോഡൽ ക്രെറ്റ ലോഞ്ച് ആവണേ. അങ്ങോട്ട് ഇന്ന് വരെ ഒരു മാസം പോലും കൺസ്യൂമർ സ്കീമിൽ വന്നിട്ടില്ല, വേറെ അധികം വന്നിട്ടില്ല. പക്ഷെ അത്രയ്ക്ക് ഡിമാൻഡാണ് ഇപ്പോഴും അല്ലേ? വണ്ടി ഹോട്ട് സെല്ലിംഗ് എല്ലാ മാസത്തെ ഓൾ ഇന്ത്യ സെയിൽസ് റിപ്പോർട്ട് എടുത്തോക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രെറ്റയാണ്. അല്ലെങ്കിൽ ഇതിനാ എന്താ പറയാ എല്ലാവരും വണ്ടി സെഗ്മെന്റിൽ വേറെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞ. അന്ന് ഇറങ്ങിയ കാലം തൊട്ടേ ഈ കോമ്പാക്ട് എസ്യുവില് ഇവരെന്നെയാണ്. ഇതിന്റെ ഒറ്റ ജനറേഷനും മോശമായിട്ടില്ല കേട്ടോ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ക്രെറ്റയുടെ ഇത് തേർഡ് ജനറേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഫേസ് ലിഫ്റ്റ് വന്നത്. പക്ഷെ ഇതുവരെ ഒറ്റ ജനറേഷൻ ഈ വണ്ടി അയ്യേ എന്നല്ലെങ്കിൽ എന്തെങ്കിലും മോശം അങ്ങനെ ഇതുവരെ ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടല്ലേ. ഇപ്പോഴും ഫസ്റ്റ് ജനറേഷൻ ഇപ്പോഴും ഫാൻസ് ഉള്ള വണ്ടിയാണ് ക്രെറ്റ. ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളതും ക്രെറ്റയ്ക്കാണ്. അത് പഴയ 1.6 ആയിരിക്കും ഉള്ളത്. അതിൽ ട്രെൻഡ് ഡിസൈനിൽ ട്രെൻഡ് എപ്പോഴും ഉണ്ടായതിനാണ് ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ അതാണ് ബാക്കി ആളുകൾ ഫോളോ ചെയ്യണം. പിന്നെ ഹ്യുണ്ടായുടെ ഒറ്റ ഡിസൈനുകൾ അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആവില്ല. ഇപ്പൊ അതൊരു 5 വർഷം കഴിഞ്ഞാലും ഒരു ഫ്രഷ് ലുക്ക് തന്നെയായിരിക്കും. പണ്ടത്തെ i20 ഇറങ്ങിയത് അത് ഇപ്പോഴും കാണുമ്പോ ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടല്ലോ.